ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരു എനർജിയിലെ ഡിഫറെൻറ്റ് എനർജിയാണ്. ഈ റീഡിംഗ് എന്ന് പറയുന്നത് ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വേണ്ടി വരുന്ന റീഡിംഗ് ആണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്നവർക്ക് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ് കാണിക്കുന്നത്. ക്യൂൻ ഓഫ് സോർട്സ് കാർഡ് നിങ്ങളുടെ എനർജിയാണ്. സെവൻ ഓഫ് കപ്സ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഡെത്ത് ആൻഡ് റീബർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തുടക്കത്തെ കാണിക്കുന്നു. കിങ് ഓഫ് വാൻസ് കാർഡ് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. സ്റ്റാറും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ട്രീ ഓഫ് വാൻസ് കാർഡും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഹാങ്ഡ് മാൻ നിങ്ങളുടെ എനർജിയാണ്. ഫോർ ഓഫ് വാൻസ് നിങ്ങളുടെ എനർജിയാണ്. നമുക്ക് പെട്ടെന്ന് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ക്യൂൻ ഓഫ് സോർട്സ് കാർഡ് നിങ്ങളുടെ എനർജി ആണെന്ന് പറഞ്ഞല്ലോ. ഇവിടെ ഒരു തോട്ട് ലീഡറെയാണ് കാണിക്കുന്നത്. സോർട്സ് കാർഡ് എന്ന് പറയുമ്പോൾ ഇവിടെ രാജ്ഞിയെ പോലെ ചിന്തിക്കുന്ന നിങ്ങളെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാണിക്കുന്നത്. എക്സലൻ്റ് ആയിട്ടുള്ളൊരു കമ്മ്യൂണിക്കേറ്ററാണ് നിങ്ങളെന്ന് പറയുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വൈസ് ആൻഡ് ലോജിക്കൽ തിങ്കിങ് എന്നാണ് പറയുന്നത്. വളരെ ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ബീങ് ഡയറക്റ്റ്, സീക്കിംഗ് ട്രൂത്ത് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുന്നു. ആ ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും ഇവിടെ കാണിക്കുകയാണ്. നിങ്ങൾ യൂണിവേഴ്സിനോട് പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യം നിങ്ങളുടെ യൂണിവേഴ്സ് നിങ്ങളിലേക്ക് സാധ്യമാവാൻ പോകുന്നു, നിങ്ങളിലേക്ക് സാധിക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഗോസിപ്പ് എന്നൊരു കാര്യമുണ്ടായിരുന്നു. അതിനെ ഭയപ്പെട്ടിട്ടാണ് ഇന്ന് നിങ്ങളൊരു സെപ്പറേഷൻ വന്നതെന്ന് കാർഡ്സ് പറയുകയാണ്. ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളും അവരും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യത്തെ ചൊല്ലിയാവണം. അത് നിങ്ങളുടെ ബന്ധത്തിന് തടസ്സം വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ നിങ്ങളും അവരും സെപ്പറേഷൻ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഈ നോ കോണ്ടാക്റ്റ് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ ഈ ഒരു സമയം കടന്നു പോയിക്കൊണ്ട് ഒരു കമ്മ്യൂണിക്കേഷനാണ് കാണിക്കുന്നത്. നിങ്ങളെ അവർ കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ സത്യം എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങളിലേക്ക് എത്താണ്. നിങ്ങൾ ചിന്തിക്കുക, പ്രാർത്ഥിക്കുക, പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ച് എടുക്കുക. ഇവിടെ നെഗറ്റീവ് ചിന്തകൾക്ക് ഒരു സ്ഥാനമില്ല കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി 7 ഓഫ് കപ്സ് കാർഡാണ്. അവരുടെ ഫീലിങ്സിനെയാണ് യൂണിവേഴ്സ് ഇവിടെ 7 ഓഫ് കപ്സ് കാർഡിലൂടെ കാണിച്ചു തരുന്നത്. ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ചോയ്സ് മാത്രമായിരുന്ന നിങ്ങളെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഈ റിലേഷൻഷിപ്പിൽ ആദ്യം ഉണ്ടായിട്ടുള്ളത് ഒരു ഫാൻറ്റസിയാണ്. പിന്നീട് ഈ ഒരു സെപ്പറേഷൻ വന്നപ്പോൾ തിരിച്ചറിവ് വന്നുകൊണ്ട് അവർ നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. വിഷ്ഫുൾ തിങ്കിങ് എന്നാണ് പറയുന്നത്. ഇന്ന് നല്ലൊരു ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റി ഈ റിലേഷൻഷിപ്പിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവരുടെ ലൈഫിൻ്റെ ഒരു ഭാഗമായി തീർന്നു കൊണ്ടിരിക്കുന്ന നിങ്ങളെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്നത്. ആ പിക്ചർ നോക്കി തന്നെ മനസ്സിലാകുന്നത് ഒത്തിരി നെഗറ്റീവ് എനർജി അവർക്ക് ചുറ്റുമുണ്ട്. അവർ ഓപ്ഷനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി നിങ്ങൾ മാത്രമാണ് അവർ കണ്ടിട്ടുള്ളത്. അവർ ഇപ്പോൾ കൈ വയ്ക്കുന്നത് നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ആ ഒരു ലേഡറിലേക്കാണ്. നെഗറ്റീവിനെ നമുക്ക് ആവശ്യമില്ല എന്ന് എപ്പോഴും പറയുന്നത് പോലെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരുമ്പോൾ നിങ്ങളുടെ പേഴ്സൺ കറക്റ്റായിട്ടുള്ള വഴി ചൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വന്നാൽ അവർ അവരുടെ ലൈഫ് പൂർണ്ണതയിലെത്തു എന്ന് തിരിച്ചറിയുന്നു. അവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് ഈ കാർഡ് പറയുന്നത്. അവർ ഡിസൈഡ് ചെയ്യാണ്. അവരുടെ ഇൻറ്റ്യൂഷൻ എന്താണോ പറയുന്നത് ആ കാര്യം അവർ ചെയ്യുകയാണ്. ഇവിടെ ഓപ്പോർച്യൂണിറ്റി തന്നെയാണ് കാണിക്കുന്നത്. അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുള്ള സ്റ്റെപ്പ് അവർ വെച്ചു കഴിഞ്ഞു.
പ്രോഗ്രസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു നിങ്ങൾ, ഇന്ന് അവരുടെ ലൈഫിൻ്റെ ഭാഗമാണ് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത്. ഈ റിലേഷൻഷിപ്പിൽ ഒരു എൻഡിങ് സംഭവിച്ചു എന്ന് നിങ്ങൾ കരുതിയിട്ടുണ്ടെങ്കിൽ ഇവിടെ എൻഡ് സംഭവിക്കുന്നില്ല എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. തുടക്കത്തെയാണ് കാണിക്കുന്നത്, റീബർത്താണ് പറയുന്നത്. പുതിയ വിശ്വാസങ്ങൾ അവരിലേക്ക് വന്നിട്ടുണ്ട്, പുതിയ തിരിച്ചറിവുകൾ അവരിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങളെന്ന വ്യക്തി അവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ അവരിലേക്ക് ഒരു അവയർനെസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു ട്രാൻസ്ഫോർമേഷനാണ് അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരു എനർജി അവരിലേക്ക് വരുന്നുണ്ട്, ഒരു പോസിറ്റീവ് എനർജി വരുന്നു. ന്യൂ ബിഗിനിങ് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. ഫ്യൂച്ചർ അവർ നിങ്ങളുമൊത്ത് ആഘോഷിക്കാനായിട്ട് പോവാണ്, സന്തോഷിക്കാനായിട്ട് പോവാണ്. ആ ഒരു എനർജി അവരിലേക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഡിവൈൻ എനർജി തന്നെയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സ് തന്നെയാണ് അവരിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്. എല്ലാ എനർജിയും നഷ്ടപ്പെട്ടതുപോലെ അവർക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ലൈഫിലേക്ക് ഇല്ലാതിരുന്നപ്പോഴാണ്. എന്നാൽ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ, നിങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ അവരിലേക്ക് എന്തൊക്കെയോ വരുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടൊരു എനർജി വരുന്നുണ്ട്. ന്യൂ ലൈറ്റ് ആണ് നിങ്ങളിലേക്ക് അവരെ പ്രതീക്ഷിക്കുന്നത്. അവരതിനു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുമൊത്തുള്ള നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ട് എക്സൈറ്റ്മെൻ്റ് ആണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് തന്നെയാണ് കാർഡ്സ് ലഭിച്ചിട്ടുള്ളത്. അവർ ആക്ഷൻ എടുക്കുന്നു. ഈ ബന്ധത്തിൽ ഒരു കിങ്ങിനെ പോലെ ആക്ഷൻ എടുക്കുന്നു എന്നാണ് കിങ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത്. അവരിലെ തീരുമാനം, അവരിലെ ഡിസിഷനാണ് കിങ് ഓഫ് വാൻസ് കാർഡ് പറയുന്നത്. എങ്ങനെയാണ് ഒരു രാജാവ് തീരുമാനം എടുക്കുക? അവരുടെ തീരുമാനത്തിന് പിന്നെ മാറ്റം ഉണ്ടാവില്ല എന്നാ പറയുക. ഉറച്ച നിലപാട്, ഉറച്ച തീരുമാനം, നാച്ചുറൽ ബോൺ ലീഡറായിട്ടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. സക്സസ് എന്നാണ് പറയുന്നത്. ഒരു ഫയറാണ് കാണിക്കുന്നത്. അതെന്ന് പറഞ്ഞാൽ ആളി കത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ചിന്തയെയാണ് ഇവിടെ കാണിക്കുന്നത്. എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സ് അവരിലേക്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങളുമൊത്തുള്ള നല്ല ജീവിതത്തെ അവർ ആഗ്രഹിക്കുന്നു. ഇൻസ്പിറേഷൻ അഗെയിൻ എന്നാണ് പറയുന്നത്. സോൾ ഇൻസ്പിറേഷനെയാണ് ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരുമിച്ചുള്ള ലൈറ്റിനെയാണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് കോളോ മെസ്സേജോ പ്രതീക്ഷിക്കാം. അവർ നിങ്ങളെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, ആക്ഷൻ എടുക്കാൻ പോവുകയാണ്. ആ ഒരു എനർജി അവരിലേക്ക് വരുന്നുണ്ട്. ചാർജ് ചെയ്യാൻ പറയില്ലേ, ആ ഒരു ചാർജിങ് തന്നെയാണ് അവരിലിപ്പോൾ സംഭവിക്കുന്നത്. ഇടയ്ക്കൊന്ന് ബ്രേക്ക് ആവുന്നുണ്ട്, കോൾ വരുന്നതാണ് കേട്ടോ. ഇവിടെ സ്റ്റാർ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ വിഷസ് ഗ്രാൻഡഡ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ ആ ത്രെഡ് പിടിച്ചു കഴിഞ്ഞു. ഓപ്പർച്യൂണിറ്റിയാണ് കാണിക്കുന്നത്. ഇവിടെ ഹീലിംഗ് സംഭവിക്കുന്നുണ്ട്. അവർ റൈറ്റ് പാത്തിലാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് വരുമ്പോൾ ഹോപ്പ് തന്നെയാണ് യൂണിവേഴ്സ് കാർഡ്സിലൂടെ പറയുന്നത്. ഇവിടെ ഒരു മിറാക്കിൾ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, കാർഡ് വീഴുകയാണല്ലോ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് 3 ഓഫ് വാൻഡ്സ് കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നു. 3 വാണ്ടിനെയാണ് കാണിക്കുന്നത്. അതെന്ന് പറയുന്നത് അവരനുഭവിക്കുന്ന ആ ഒരു ഫീലിങ്സ്, വിഷമത്തെയാണ് കാണിക്കുന്നത്. അവരനുഭവിക്കുന്ന ആ ഒരു പ്രയാസത്തെ. ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ ഉണ്ടാവാം. എങ്കിൽ കൂടിയും അവർ ദൂരേക്ക് നോക്കിയിരിക്കുകയാണ്. നിങ്ങൾക്കായിട്ട് ആക്ഷൻ എടുക്കാൻ പോകുന്നു. യാത്രയ്ക്കായിട്ട് അവർ ഒരുങ്ങാണ്. വാൻസ് കാർഡ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ആക്ഷനെയാണ് കാണിക്കുന്നത്. അവർ ചെയ്യാൻ പോകുന്ന തീരുമാനത്തെ. അവരിൽ എനർജി വരുന്നുണ്ട്, മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിലേക്ക് ഒരു അവസരത്തെ തന്നെയാണ് അവർ നോക്കിയിരിക്കുന്നത്. ഇവിടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട്, അണ്ടർസ്റ്റാൻഡിങ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പിൽ ഇംപ്രൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. അവർ അവരുടെ ആംബിഷൻ ഫോളോ ചെയ്യാനായിട്ട് തയ്യാറാവുകയാണ്. റൈറ്റ് ഡയറക്ഷൻ ആണ് കാണിക്കുന്നത്. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാധ്യമാവാൻ പോകുന്നു. ആ ഒരു വഴിയിലേക്ക് നിങ്ങളുടെ പേഴ്സണൽ യൂണിവേഴ്സ് എത്തിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. യെസ്, യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. ഹാങ്ഡ് മാനാണ് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സിൽ സറണ്ടർ ആകുന്ന നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. യൂണിവേഴ്സിൻ്റെ പോസിറ്റീവ് എനർജി നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ യൂണിവേഴ്സിന് സമർപ്പിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തിരിച്ചു തരുന്നത്. പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ്. തിരിച്ചറിവ് വന്നുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ ആക്ഷൻ എടുക്കുന്നു. യെസ്, നിങ്ങൾ സന്തോഷിക്കാൻ പോവുകയാണ്. 4 ഓഫ് വാൻഡ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. സന്തോഷ നിമിഷങ്ങളെയാണ് യൂണിവേഴ്സ് 4 ഓഫ് വാൻഡ്സ് കാർഡിലൂടെ കാണിക്കുന്നത്. സെലിബ്രേഷൻ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നു.
നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു സോൾ നിങ്ങളിലേക്ക് വരുന്നു. സ്റ്റെബിലിറ്റി എന്നാണ് ഈ കാർഡ് പറയുന്നത്. ഈ റിലേഷൻഷിപ്പിൽ സ്റ്റെബിലിറ്റി തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ കുറേ പേർക്ക് മാരേജ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പ്രണയിക്കുകയാണ്. ആ പ്രണയമെന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ട് തന്നെ അവർ കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഫാമിലി ലൈഫ് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്, പ്രവർത്തിക്കാനായിട്ട് പോകുന്നതും. ഇന്ന് തടസ്സങ്ങൾ നീങ്ങുവാനായിട്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ നിങ്ങളിൽ നിന്ന് മാറുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. പോസിറ്റീവ് തിങ്കിങ് ചെയ്യാം. വിത്തിൻ 1 വീക്ക് 2 കാർഡ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഓക്കെ, നമുക്ക് ഒരു ഒറക്കൽ ഡെക്കോഡ് എടുക്കാം. കാർഡ് ഷഫിൾ ചെയ്യാണ്. ഒരു കാർഡ് വീണിട്ടുണ്ട്. ഷഫിൾ ചെയ്യുമ്പോൾ ഒരു കാർഡ് വീണിട്ടുണ്ട്. ലവ് ബ്ലൂംസ് നിന്നാണ് കാർഡ് കിട്ടിയിട്ടുള്ളത്. ബേണിംഗ് ബ്രൈറ്റ്, സ്വീറ്റ് ഹോം, ലവ് സ്റ്റോറീസ്, ഫസ്റ്റ് ബ്ലഷ്, winding roads, graceful dance, true acceptance. പോസിറ്റീവായിട്ടുള്ള കാർഡ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമുക്ക് നോക്കാം. ലാസ്റ്റ് ഫസ്റ്റിലേക്ക് പോവാം. ട്രൂ ആക്സെപ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഫൈൻഡ് സ്ട്രെങ്ത് ഇൻ യുണീക്ക് വ്യൂസ് ആൻഡ് ഗ്രോ ടുഗദർ. യഥാർത്ഥ സ്വീകാര്യത എന്നാണ് കാർഡ് പറയുന്നത്. അതുല്യമായ കാഴ്ചകളിൽ ശക്തി കണ്ടെത്തി ഒരുമിച്ച് വളരാനാണ് പറയുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. നിങ്ങളും അവരും സെപ്പറേഷൻ വരാൻ കാരണം എന്താണോ, അല്ലെങ്കിൽ ഇനി എന്താണ് ലൈഫ് എന്ന് മുന്നോട്ട് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാൻ. ഓക്കെ, ഗ്രേസ്ഫുൾ ഡാൻസ് എന്ന് പറയുന്നത് അതിഗംഭീരമായ ഡാൻസാണ്. അതെന്ന് പറഞ്ഞാൽ സന്തോഷ നിമിഷത്തെയാണ് കാണിക്കുന്നത്. ലിഫ്റ്റ് ഈച്ച് അതർ ഡ്യൂറിങ് ബോത്ത് ഹൈ ആൻഡ് ലോ ടൈംസ്. ഉയർന്ന സമയത്തും താഴ്ന്ന സമയത്തും ഒരുമിച്ചുണ്ടാവാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കും അവർക്കും ഉയർച്ചയും താഴ്ചയുമുള്ള സമയങ്ങൾ ഉണ്ടായിരുന്നു. ഇനി നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ച് നിൽക്കാനാണ് പറയുന്നത്. ലൈഫല്ലേ, ഉയർച്ച താഴ്ചകൾ ഉണ്ടാവുമല്ലോ, പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. അത് സോൾവ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് നിന്നുകൊണ്ട് കൂടെ ചേർന്ന് മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. വൈൻഡിങ് റോഡ്സ്. വൈൻഡിങ് റോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളവുള്ള റോഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്നത് ഹാവിങ് എ ലോങ് വേ ടു ഗോ ഓർ ടേക്കിംഗ് മെനി ഡിറ്റോഴ്സ്. ഒരുപാട് ദൂരം ഇനിയും പോകാനുണ്ടെന്നാണ് പറയുന്നത്. ജീവിതത്തെയാണ് കാണിക്കുന്നത്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടേ കഴിഞ്ഞിട്ടുള്ളൂ, ഇനിയും ഒരുപാട് പോകേണ്ടതുണ്ട്. ശരിയായത് കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഒരുപാട് ദൂരം പോകുമ്പോൾ പലതരം വ്യക്തികളെ കാണാം, ജീവിത സാഹചര്യങ്ങൾ കാണാം. കറക്റ്റായിട്ട് കണ്ടെത്തി മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ യൂണിവേഴ്സ്. ഫസ്റ്റ് ബ്ലഷ്. സോഫ്റ്റ് വിസ്പേഴ്സ് ഓഫ് എഫെക്ഷൻ മേക്ക് ലവ് ബ്ലൂംസ്. സ്നേഹത്തിൻ്റെ മൃദുലമായ മന്ത്രിപ്പുകൾ പ്രണയത്തെ പൂവണിക്കുമെന്ന് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങളുണ്ടാകുന്ന ഫീലിങ്സിനെയാണ് പറയുന്നത്. ഒരുമിച്ച് നിൽക്കുക അല്ലേ, അത് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ലവ് സ്റ്റോറീസ് എന്നാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളുടെ പ്രണയകഥയെയാണ് യൂണിവേഴ്സ് ഇവിടെ കാണിക്കുന്നത്. കമ്മ്യൂണിക്കേറ്റിംഗ് ആൻഡ് സേയിങ് വാട്ട് നീഡ്സ് ടു ബി സെറ്റ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയേണ്ട കാര്യം പറയുകയും ആ ഒരു കോൺവെർസേഷനെ, കമ്മ്യൂണിക്കേഷനെയാണ് കാണിക്കുന്നത്. അവരെ കോൾ ചെയ്യാനുള്ള സാധ്യത, നിങ്ങളെ കാണുവാനുള്ള സാധ്യതയാണ് പറയുന്നത്. കുറേ കാര്യങ്ങൾ പറയുന്നു അല്ലെങ്കിൽ പറയാനായിട്ട് പോകുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് കാണിക്കുന്നത്. സ്വീറ്റ് ഹോംസ്. അപ്പോൾ ഒരു ഫ്യൂച്ചർ കാണുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. മേക്കിംഗ് എ ഗുഡ് ഹോം ലൈഫ് ഓർ സെറ്റിലിംഗ് ഡൗൺ. നല്ലൊരു കുടുംബജീവിതം നയിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു.
ഒരു ഫാമിലിയെ തന്നെയാണ് കാണിക്കുന്നത്, നല്ലൊരു ജീവിതത്തെയാണ് കാണിക്കുന്നത്. അത് തന്നെയാണ് അവർ ഫ്യൂച്ചറിൽ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ബേണിംഗ് ബ്രൈറ്റ്, സ്റ്റോക്ക് പാഷൻ ടു കീപ് ദി ഫ്ലെയിം ഓഫ് ലവ് അലൈവ്. ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് ആ ഒരു പ്രണയത്തിൻ്റെ ജ്വാല നിലനിർത്താനായിട്ട് സ്റ്റോക്ക് ചെയ്യാനാണ്, അവരെ മാനിഫെസ്റ്റ് ചെയ്യുക, അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ, ആ ഒരു പാഷനെയാണ് കാണിക്കുന്നത്. ലവ് ബ്ലൂംസ്, എ റൊമാൻസ് ബ്ലൂംസ് ഇൻ ടു ഫുൾ ബ്ലൗൺ ഫീലിങ്സ്. ഇവിടെ പ്രണയം പൂർണ്ണ വികാരമായിട്ട് വിരിയുന്നു എന്നാണ്. അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള പ്രണയത്തെയാണ് കാണിക്കുന്നത്. അത്രയേറെ സ്നേഹം നിങ്ങളോട് തോന്നുന്നുണ്ട്. അവർ നിങ്ങളിലേക്ക് വരുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞു. പൂർണ്ണമായിട്ടും നിങ്ങൾ യൂണിവേഴ്സിൽ വിശ്വസിക്കുമ്പോൾ, സറണ്ടർ ചെയ്യുമ്പോൾ, ഇവിടെ ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ തന്നെയാണ് അവർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുന്നവർക്ക് പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് തന്നെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. ഈ റീഡിംഗ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ്ങിന് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിംഗ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.